അങ്ങനെ 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നു കൂട്ടുകാരെ. ലൂക്കയും ഓരയിലും എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഓ, എന്ത് ഭംഗിയുള്ള സ്ഥലം! ഇത് ഏത് സ്ഥലമാണ്? നല്ല ഭംഗിയുണ്ട്. അവിടെ എന്താണ്? ഇതാണ് പുതിയ യെരൂശലേം. ദൈവത്തിന്റെ സിംഹാസനത്തിനടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ഭക്തിയോടെ ആയിരിക്കുക ലൂക്ക. ഇത് പരിശുദ്ധമായൊരു സ്ഥലമാണ്. ഈ ഭൂമണ്ഡലത്തിൽ മൊത്തം എവിടെ നോക്കിയാലും ഇതുപോലെ പരിശുദ്ധിയുള്ളൊരു സ്ഥലമില്ല. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ധ്യാനിച്ചിരിക്കേണ്ടത്. ജീവന്റെ വെള്ളം ഒഴുകുന്ന നദി നിനക്ക് ഓർമ്മയുണ്ടോ ലൂക്ക? അതെ, ഞാൻ ഓർക്കുന്നു. അത് മറക്കാൻ സാധിക്കുമോ? ഇവിടെ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. അതെ, ഞാനത് കാണുന്നു. എന്ത് തെളിമയാണതിന്! ഇതിനർത്ഥം നമ്മൾ പുതിയ യെരൂശലേമിന്റെ നടുവിലാണെന്നാണോ? ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്ത് എന്നല്ല ലൂക്ക, നമ്മൾ ഇവിടെ ഒരു വ്യക്തിയെ കാണാനാണ് എത്തിയിരിക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എന്നെ കുറിച്ച് തന്നെ. ഞാൻ ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒന്നാണ്. ഞാൻ സ്വർഗത്തിലെ ഗായക സംഘത്തിൽ ഒരാളാണ്. ഗായക സംഘത്തിൽ നടുവിൽ തന്നെ എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ ആ പദവി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാട്ടുപാടാൻ പഠിപ്പിക്കണം. ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് പാടാനൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പാടാൻ പഠിക്കണം എന്ന്. ഇനിയും വൈകിട്ടില്ല കുഞ്ഞെ. നിനക്ക് പാട്ട് പഠിക്കാനും അതുപോലെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള സമയമുണ്ട്. നിന്റെ ജീവിതകാലം മൊത്തം നിന്റെ ആഗ്രഹം സാധിക്കും. ഓ, അങ്ങ് ഇവിടെ എത്തിയോ പ്രിയ സുഹൃത്തെ ലൂക്ക? ഇതാണ് ദാവീദ് രാജാവ്. ശരിക്കും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ദാവീദ് രാജാവോ? എനിക്ക് അങ്ങേ കാണാൻ വലിയൊരു പദവി ലഭിച്ചിരിക്കുന്നു. ഞാൻ ശരിക്കും ദാവീദാണ് മകനെ. ഞാൻ രാജാവല്ല. കാര്യം സ്വർഗത്തിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ്. ലൂക്ക, ദാവീദിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ബൈബിളിൽ ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ 1 ശമൂവേൽ 16:13 നിനക്ക് വേണ്ടി വായിക്കുന്നത്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഞാൻ ആ ദിവസം ഓർക്കുന്നു. എൻ്റെ സഹോദരന്മാരും എൻ്റെ പിതാവും വളരെ അത്ഭുതപ്പെട്ടു. പ്രിയ സുഹൃത്ത് ദാവീദേ, ലൂക്ക പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഓരോ വ്യക്തിയിലും പ്രവർത്തിച്ചതെന്നത്. നിന്റെ അനുഭവം കൂടി ലൂക്കയ്ക്ക് പങ്കുവെക്കാമോ? ഓ കൂട്ടുകാരെ, ബൈബിളിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത കാര്യം ഞാൻ എന്ത് പറയാനാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആട്ടിടയനായിരുന്നു. എൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയതായിരുന്നു. ദൈവം എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കുവാൻ തെരഞ്ഞെടുത്തു, വളരെ ചെറുപ്പത്തിൽ തന്നെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്നിൽ പല കഴിവുകളും ഉളവായി. രാഷ്ട്രീയത്തിലും നേതൃത്വത്തിലും ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുവാൻ പ്രാപ്തനായി. ഞാൻ സങ്കീർത്തനക്കാരനായിരുന്നു. ഞാൻ ഭംഗിയുള്ള പലതും ഉണ്ടാക്കി. ഞാൻ വളരെ പ്രശസ്തനായി. ഏവർക്കും എന്നെ വളരെ ഇഷ്ടമായി. പക്ഷെ ദൈവത്തിൽ നിന്ന് പയ്യെ അകന്നു പോകാൻ തുടങ്ങി. ഞാൻ കുറെ പ്രശ്നങ്ങളുണ്ടാക്കി. രാജാവ് എന്ന സ്ഥാനത്തിൽ നിന്ന് ഞാൻ തെറ്റുകൾ ചെയ്തു. എന്നിൽ അഹങ്കാരം വന്നു. ഞാൻ പലരെയും ചതിച്ചു. ഞാനൊരു കുറ്റവാളിയായി തീർന്നു. ഞാനൊരു നിഷ്കളങ്കനെ കൊന്നു, അയാളുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ ചെറിയ ബാലൻ എവിടെ പോയി? തീർച്ചയായും സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെ ചൊല്ലി കരയുകയല്ല. എൻ്റെ കണ്ണുനീർ ദൈവത്തോടുള്ള നന്ദിയാണ്. എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. എനിക്കൊരു പുതിയ സമയം തന്നു. എൻ്റെ തെറ്റുകളൊക്കെയും പൊറുക്കപ്പെട്ടു. ദൈവം എന്നെ പുനഃസ്ഥാപിച്ചു. എൻ്റെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ മാറ്റി തന്നു. പരിശുദ്ധാത്മാവിനാൽ ഇസ്രായേൽ മക്കളെ അവരുടെ തെറ്റായ രീതികളിൽ നിന്നും മാറ്റി ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എന്തൊരു കഠിനമായ കഥ! നന്ദിയുണ്ട് ദാവീദേ. താങ്കളുടെ അനുഭവം ഞങ്ങളോട് കൂടെ പങ്കുവച്ചതിലും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുവാനിടയായതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം നമ്മളോട് ക്ഷമിക്കുകയും അവന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പകരുകയും ചെയ്യുന്നു. അത് ശരിയാണ് പ്രിയ ലൂക്ക. ദൈവം എപ്പോഴും നല്ലതാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിനടുത്ത് മാലാഖമാരുടെ ഗായക സംഘത്തിൽ എന്നെയും ചേർത്തിട്ടുണ്ട്. ഞാൻ പല പാട്ടുകളും രചിക്കുന്നു. ഒരിക്കൽ ഈ മാലാഖമാരൊക്കെ ആ പാട്ട് പാടും, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട്. തീർച്ചയായും ദാവീദ് രാജാവേ, ഞങ്ങൾ പാടും. ഞങ്ങൾ ദൈവത്തെ പുകഴ്ത്തുന്ന പാട്ടുകൾ, നിന്റെ കയ്യിൽ നിന്ന് വന്നതായ ഗാനങ്ങളൊക്കെ ഞങ്ങൾ പാടും. നിനക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത് വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് തന്നെ
ഞങ്ങളുടെ കായിക സംഘത്തിൽ നീയും വന്നു ചേരും. ലൂക്ക, ദാ സമയം കുറെ ആയിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് പോയി അടുത്ത സ്ഥലത്ത് എത്തേണ്ടതായിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും കാണാൻ വരാം ദാവീദ്. നന്ദിയുണ്ട്. ഞാൻ എവിടെ ആയിരിക്കും എന്ന് നിനക്കറിയാലോ. അപ്പൊ ശരി കൂട്ടുകാരെ.